നമസ്കാരം. എൻ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി സുരേഷ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. കളക്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഷോപ്പ് കോട്ടയത്ത് ടൗണിനടുത്ത് തന്നെയാണ്, നട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നത്തെ കളക്ഷൻസ് കണ്ടുപോകാം. എൻ ഡിസൈൻ ജുവൽസിൽ വന്ന പുതിയ കുറച്ച് കൂട്ടുകാരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി. നമുക്ക് കമലിന് തന്ന വലിയ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നമ്മൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് നെക്ലേസ് ഉൾപ്പെടെ ഒത്തിരി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ വാട്സപ്പ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് കാറ്റലോഗിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എൻ ഡിസൈൻ ജുവൽസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ ഡിസൈൻ ജുവൽസിന്റെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് തന്നെയാണ്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ ബ്ലാക്കിൽ ഗോൾഡിനും ആൻറ്റീക് ഷെയ്ഡ്സിലുള്ള ബൂട്ട ഡിസൈൻസ് വരുന്ന ഒരു ക്ലോത്താണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. 44 വിഡ്ത്ത് ആണ്. സാരി ആക്കേണ്ടവർക്ക് അങ്ങനെ സാരി ആക്കാം. സൈഡിലൊരു ഗോൾഡൻ ലേസ് അല്ലെങ്കിൽ ഒരു സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി സാരി മേക്ക് ചെയ്യാം. എന്നിട്ടൊരു ആൻറ്റീക് അല്ലെങ്കിൽ ഗോൾഡൻ ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആണെങ്കിലും സെയിം തന്നെ ബ്ലൗസ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. 220 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതെല്ലാം നമുക്ക് കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യേണ്ടതാണ്, കാരണം കോട്ടണിൽ ഡൈ ചെയ്തെടുക്കുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ടോപ്പിനാണെങ്കിൽ നമുക്കൊരു ദുപ്പട്ടയും കൂടെ മാച്ചിങ് ആയിട്ട് കാണാം. ദുപ്പട്ട നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. ടിഷ്യൂ ഫാബ്രിക് ക്രഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് നമ്മൾ മാച്ചിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 399 ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. 399. ഇനി നമുക്ക് അടുത്തൊരു ദുപ്പട്ട വരുന്നതും ഗോൾഡൻ തന്നെയാണ്. ഇതും ടിഷ്യൂ ഫാബ്രിക് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് നമുക്കൊരു ഡിസൈൻ ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ അതിനകത്ത് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു വെറൈറ്റി ആയിരിക്കും, നമുക്കൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലാക്ക് വിത്ത് ഈ ഒരു ഗോൾഡൻ ദുപ്പട്ടയായിട്ട്. ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 550 രൂപ മാത്രമാണ്. 550 റുപ്പീസ് വരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സെമി മോഡൽ ക്ലോത്ത്, പുതിയൊരു ക്ലോത്താണ്, നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ക്ലോത്താണ്. അപ്പോൾ ആ ഒരു ക്ലോത്ത് നമുക്ക് കാണാം. നമുക്ക് ലുക്ക് വൈസ് നമുക്ക് ആ ഒരു മൊഡാലിൻ്റെ അതേ ഫിനിഷിങ് തന്നെ വരുന്നൊരു ക്ലോത്ത്, പക്ഷേ പ്രൈസിങ് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഐറ്റം. 44 വിഡ്ത്ത് വരുന്നു. നല്ല ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക്, അതായത് മൊഡാലിൻ്റെ അതേ ഷൈനിങ് തന്നെയാണ് ഈ ക്ലോത്തിനും വരുന്നത്. അപ്പം മൊഡാലൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ഡെയിലി യൂസിനും പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. 180 മാത്രമാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പം മൊഡാൽ ഫിനിഷ് വരുന്ന ഒരു ക്ലോത്തിന് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും സാരി മേക്ക് ചെയ്യാനും നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ദുപ്പട്ടയും കൂടെ കണ്ടുപോകാം. ഈ ഒരു ദുപ്പട്ടയും ഇതിന് നല്ല മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ഈ ഒരു ദുപ്പട്ട നല്ലതാണ്. കാരണം ഒരു ടിഷ്യൂ ഫിനിഷ് വരുന്ന ദുപ്പട്ട ആയതുകൊണ്ട് ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ട. 299 വരുന്ന ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് 299. ഇനി മൊഡാൽ, ഈ സെമി മൊഡാലിൽ വരുന്നത് അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് പിന്നെ പറയണ്ടല്ലോ, എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പ്യുവർ മൊഡാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ ആ ഒരു ഷൈനിങ് മൊഡാൽ സിൽക്കിന്റെ ആ ഒരു ക്ലോത്തും വരും. അതിന്റെ ഇന്നർ പോർഷൻ വരുമ്പോൾ ശരിക്കും കോട്ടൺ ആയിട്ടാണ് വരുന്നത്. ഇതാകുമ്പം നമുക്ക് ഇന്നർ പോർഷൻ കോട്ടൺ ആയിരിക്കില്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ ഔട്ടർ പോർഷൻ നമുക്ക് ആ ഒരു മൊഡാലിൻ്റെ അതേ ആ ഒരു ഷൈനിങ് തന്നെ കിട്ടുന്നുണ്ട്. 180 പെർ മീറ്റർ റേറ്റ് വരുന്നു. 44 വിഡ്ത്ത് വരുന്നു. ഈ ഒരു ദുപ്പട്ട ഇത് നല്ല മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. ബ്ലാക്കിൽ മെറൂൺ ഡിസൈൻസ് വരുന്ന ദുപ്പട്ടയാണ്. ഇത് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. മസ്ലിൻ എന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും സെമി മൊഡാലായിട്ട് തന്നെയാണ് എല്ലാവരും തന്നെ പറയാറ്. അപ്പം ഈ ഒരു മൊഡാൽ ക്ലോത്തിൻ്റെ ഒപ്പം ഈ ഒരു ദുപ്പട്ട നല്ല ആപ്റ്റാണ്. ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് 490 ആണ്. 490 രൂപ വരുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ട, ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നു. ഇനി അടുത്ത കളർ വരുന്നത്, സെമി മോഡലിൽ അടുത്ത കളർ വരുന്നത് ഒരു പിങ്ക് ആണ്. നല്ല ഭംഗിയുള്ളൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് ഫങ്ഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇപ്പോൾ മാരേജ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഒരേപോലെ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം റേറ്റും ആ ഒരു റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് ആ മൊഡാലിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും, ഒരു പാർട്ടി വെയർ ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. 180 പെർ മീറ്റർ റേറ്റ് വരുന്ന 44 വിഡ്ത്ത് വരുന്ന ക്ലോത്താണ്.
ഇതിന് ഈ ഒരു ദുപ്പട്ടയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. മിറർ വർക്കുള്ള ഒരു പാകിസ്ഥാനി ദുപ്പട്ട മോഡൽ ഒരു ദുപ്പട്ടയാണിത്. 375 വരുന്നു, 375 വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മിറർ വർക്കുള്ള ഈ ഒരു ദുപ്പട്ട പ്ലസ് ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് ഒന്നിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് നമുക്ക്. ഈ ഒരു സെമി മോഡലിൽ വരുന്ന അടുത്ത ഷെയ്ഡ്, ഇതും 44 വിഡ്ത്ത് തന്നെ വരുന്നതാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 180 രൂപ വരുന്നു. ഇതിനും നമ്മൾ മാച്ചിങ് ആയിട്ട് ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഞാൻ അങ്ങനെ പ്രിന്റഡ് ബ്ലൗസ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ. സാരി ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഐറ്റം കേട്ടോ. ഇനി അടുത്ത ദുപ്പട്ട വരുന്നത് നമ്മളൊരു ക്രഷ് 2 ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ട്. ആദ്യം തന്നെ വരുന്നത് ക്രഷ് ദുപ്പട്ടയാണ്. ഇതിനകത്ത് സിൽവർ ലൂറക്സ് ലൈൻസ് പോകുന്നിട്ടുള്ള ദുപ്പട്ടയാണ്. 390 ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. ലെങ്ത് വരുന്നത് 2.3 ആയിരിക്കും. ഇനി അടുത്തൊരു ദുപ്പട്ട എന്ന് പറയുന്നത് കുറേ നല്ലപോലെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട, ക്രീം ഷെയ്ഡിൽ വരുന്നു. അതിനകത്ത് ഫുൾ എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത്, കൂടാണ്ട് ചെറിയൊരു ജെറി ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും നല്ല മാച്ചിങ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഈ ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 499 499 രൂപ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യം നമ്മൾ ഇയറിങ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് നമുക്ക് ഫംഗ്ഷന് ഇടാൻ പറ്റിയ കുറച്ച് നെക്ക് പീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ക്ലിപ്പ് നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ഒരു കളക്ഷൻ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മാല തന്നെയാണിത്. ചെറിയ ബീഡ്സ് ഇതിനകത്ത് നമുക്കൊരു 5 ലെയർ ആണ് വരുന്നത്. ചെറിയ ബീഡ്സിൻ്റെ 5 ലെയർ വരുന്നു. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ, ഡാർക്ക് ഗ്രീൻ, പിന്നെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ്. 199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് സാരിയുടെയൊക്കെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നെക്ക് പീസാണിത്. അപ്പം ഇഷ്ടമുള്ളവർക്ക് അത് ക്ലോത്തിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ജ്വല്ലറി പേജിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കളക്ഷൻസ് ഒക്കെ കാണാം. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് എൻ ഡിസൈൻ ജുവൽസിൻ്റെ. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ കാറ്റലോഗ് ആയിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലൂടെയും കളക്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇപ്രാവശ്യം ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. കാരണം നമ്മൾ ഓണത്തിന് ഒത്തിരി സെല് ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പം കുറച്ച് നമുക്ക് ഉണ്ടായിരുന്നു, അതും തീർന്നു. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ബൾക്കായിട്ട് റീസ്റ്റോക്ക് ചെയ്തു. കാരണം ഇപ്പം കല്യാണ സീസണാണ്, പിന്നെ ഉത്സവ സീസണാണ്, അപ്പം പെരുന്നാൾ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേരള തീമിലുള്ള ഡ്രസ്സസിനൊക്കെ ഇപ്പം നല്ല വീണ്ടും എൻക്വയറി വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് സാരിക്ക് വേണമെങ്കിലും കട്ട് ചെയ്യാം, ടോപ്പിന് വേണമെങ്കിലും കട്ട് ചെയ്യാം, സ്കേർട്ടിന് അങ്ങനെ എന്തിനു വേണമെങ്കിലും കട്ട് ചെയ്യാം. പെർ മീറ്റർ 100 റുപ്പീസാണ്. 2 സൈഡിലും ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരിക്കും നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഇത് 1 സൈഡ് ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ നമുക്ക് കസവും അത് കൂടാണ്ട് ഒരു മെറൂൺ ബോർഡറും വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാരിക്കും വെറൈറ്റി ആയിരിക്കും. അപ്പോൾ സാരി മേക്ക് ചെയ്യാനും നല്ലതാണ്. 44 വിഡ്ത്ത് ആണ്. ടോപ്പിനാണെങ്കിലും സ്കേർട്ടിനും നല്ലതാണ്. കാരണം 1 സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ആ ഹെം പോർഷനിലെ ഈ ഒരു ബോർഡറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ട് മേക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ നല്ല മെറൂൺ ബ്രൊക്കേഡ് ബ്ലൗസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ബ്ലൗസ് ആൻഡ് സാരി ആയിട്ട്. പെർ മീറ്റർ റേറ്റ് വരുന്നത് 150 ആണ്. 150 രൂപ വരുന്നു. അടുത്ത കളക്ഷൻ നമുക്ക് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന കളക്ഷൻസ് ആണ്. ആൻറ്റിക് ഡിസൈൻസ് ആണ് അത് നമുക്ക് എംബ്രോയിഡറി, അതായത് ആ ഒരു വർക്കായിട്ട് പോയിരിക്കുന്നത്. എംബ്രോയിഡറി അല്ല, സോറി, അത് അറിയാണ്ട് പറഞ്ഞതാണ്. ഓഫ് വൈറ്റിൽ നമ്മൾ ആൻറ്റിക് ഷെയ്ഡ്സുള്ള നമുക്ക് ആ ഒരു വീവിംഗ് ആണ് പോയിട്ടുള്ളത്. ഒരു മാംഗോ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. 299 പെർ മീറ്റർ റേറ്റ് വരുന്നു. 44 വിഡ്ത്ത് വരുന്നു. ഇത് നമുക്ക് എൻഡ്സ് ഇതിൻ്റെ 2 എൻഡും ഫിനിഷ്ഡ് അല്ല. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാരിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ സ്കേർട്ട് ആണെങ്കിലും നല്ലതാണ്. ഇനി അടുത്തതാണെങ്കിലും കുറച്ചും കൂടെ ഒരു നല്ലൊരു ഐറ്റമാണ്, ഒരു പ്രീമിയം ഐറ്റമാണ്. ഇത് വരുന്നത് കളർ തന്നെ ഡിഫറൻസ്. നമ്മൾ ആദ്യം കണ്ടത് ഓഫ് വൈറ്റ് ആണെങ്കിൽ ഇത് ക്ലോത്ത് മൊത്തം തന്നെ നമുക്കൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ്, ഓഫ് വൈറ്റ് അല്ല, ഒരു ആൻറ്റിക് ഷെയ്ഡിലേക്കാണ് ഈ ക്ലോത്ത് പോയിരിക്കുന്നത്. ചെറിയൊരു ടിഷ്യൂ ഫിനിഷ് വരുന്നത്. പക്ഷേ ടിഷ്യൂ പോലെ പൊങ്ങി നിൽക്കണം എന്നല്ല, ആ ഒരു ഷൈനിങ് ആ ഒരു വീവിങ്ങിൽ ഫുള്ളുണ്ട്. കൂടാതെ ചെറിയൊരു ട്രയാങ്കിൾ ഡിസൈൻ വരുന്ന വീവിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതും 44 വിഡ്ത്ത് തന്നെ വരുന്നതാണ്. ഇത് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ഐറ്റമാണ്. 350 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 350 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
അടുത്ത ഐറ്റം ഒരു സെമി ടെസർ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ളൊരു ബീച്ച് ഷെയ്ഡിനകത്ത് നമുക്ക് ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഡിസൈൻസ്, ഫ്ലോറൽ ഡിസൈൻസ് പോകുന്നു. സാരിക്ക് നല്ലൊരു ഐറ്റമാണ്. നല്ല ഇത് നമുക്ക് നമ്മൾ ആ ഒരു പ്ലെയിൻ ഗ്രീനും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ്, സെമി ടെസർ തന്നെ വരുന്ന പ്ലെയിൻ ഗ്രീൻ ആണ്. ഈ ഒരു പ്ലെയിൻ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രിന്റഡിനെ നിങ്ങളൊരു 1/2 മീറ്റർ കട്ട് ചെയ്ത് ജസ്റ്റ് യോക്കൊക്കെ കൊടുത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് അങ്ങനെ മേക്ക് ചെയ്യാം. ആ പ്ലെയിൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ നല്ലതാണ്. ഇല്ലെങ്കിൽ പ്രിന്റഡ് ഇഷ്ടമുള്ളവർക്ക് നേരെ തിരിച്ചും ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് സെയിം ആണ്. 265 പെർ മീറ്റർ ആണ്. 265 രൂപ വരുന്നു. ഇതിൻ്റെ നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസ് കളർ വരുന്നത് രണ്ടിൻ്റെയും സെയിം ആയിരുന്നു. നമുക്ക് ആ ഫ്ലോറലിൻ്റെ കളർ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. നല്ലൊരു ഭംഗിയുള്ളൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് പോകുന്നത്. ഇതിനും നമുക്ക് ആദ്യം കണ്ട പോലെ തന്നെ ആ ഒരു പ്ലെയിൻ കളർ അവൈലബിൾ ആണ്. അപ്പോൾ സാരി ആൻഡ് ബ്ലൗസ് ആക്കേണ്ടവർക്ക് അങ്ങനെ ഈ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് ബ്ലൗസ് ആക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പിന് നിങ്ങൾക്ക് ഒരു 1/2 മീറ്റർ കട്ട് ചെയ്തിട്ട് യോക്ക് സെറ്റ് ചെയ്യാനും എടുക്കാവുന്നതാണ്. അപ്പം രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് 265 ആണ്. 265 രൂപയാണ് വരുന്നത്. അടുത്ത ഐറ്റം വരുന്നതും നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റിനകത്ത് ലൂറക്സ് ലൈൻസ് ആണ് പോകുന്നത്. സിൽവർ ലൂറക്സ് ലൈൻസ് പോകുന്ന ഒരു ഫാബ്രിക് ആണ്. ഇത് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ്. നല്ല സിൽവർ കളർ ലൂറക്സ് ലൈൻസോടെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഇത് 44 ആണ് ശരിക്കും വിത്ത് വരുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഈ പ്യൂർ ജോർജറ്റിനൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു 42, 43 ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ടോപ്പിലാണെങ്കിൽ ആ ഒരു വെർട്ടിക്കൽ ഡിസൈൻ വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ ലേസും കൊണ്ടുവന്നിട്ടുണ്ട്. ലേസും കാണിക്കാം. നമുക്ക് അടുത്തൊരു കളറും കൂടെ കാണാം, എന്നിട്ട് നമുക്ക് ലേസ് കാണാവേ. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ് പോയിട്ടുള്ളത്. നല്ല ഡാർക്കർ പർപ്പിൾ ഷെയ്ഡിനകത്ത് സിൽവർ ലൂറക്സ് ലൈൻസ് പോകുന്നതാണ്. സാരി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. 44 വിട്ട് വെച്ചിട്ട് സാരി, അല്ലെങ്കിൽ 43 വിട്ടൊക്കെ വെച്ച് സാരി ഉടുക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഒത്തിരി ഹൈറ്റുള്ളവർക്ക് പക്ഷേ ഇത് അത്ര നന്നായിരിക്കില്ല സാരിക്ക്. പിന്നെ ഇത് വെർട്ടിക്കൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിംഗിൾ ലെയറിലൊക്കെ സാരി ഇട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിന് നമ്മൾ സിൽവർ ലേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ഇതൊരു എപ്പോഴും ഇങ്ങനത്തെ മെറ്റീരിയൽ ലൈൻ പാറ്റേണുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ലൈനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന മോഡൽ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ആ ഗ്യാദേഴ്സ് കൊടുക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് 60 റുപ്പീസ് പെർ മീറ്റർ റേറ്റ് വരുന്ന ഒരു ലേസ് ആയിരുന്നു. അടുത്തത് അങ്ങനത്തെ തന്നെ വേറൊരു മോഡൽ ലേസ് വരുന്നുണ്ട്. അതും സിൽവർ തന്നെയാണ്. ഇത് 50 റുപ്പീസാണ് ഈ ഒരു ലേസിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് യോക്കിൽ അല്ലെങ്കിൽ വീനക്കിലൊക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ അടുത്ത കളർ ചാർട്ട് കാണാം. അടുത്തത് വരുന്നതാണെങ്കിലും ഒരു മെഹന്തി ഗ്രീനിൻ്റെ ലൈറ്റർ ഷെയ്ഡാണ്. അതിനകത്തും സിൽവർ ലൂറക്സ് ലൈൻസ് പോകുന്നു. ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഞാൻ മറന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് 199 ആണ്. 199 രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും പേർപ്പിൾ, ഇപ്പോൾ കാണുന്ന ഗ്രീൻ, ഇനി ഒരു കളറും കൂടി ഉണ്ട്. അങ്ങനെ 4 കളറിലാണ് വന്നിട്ടുള്ളത്. ഈ 4 കളറിൻ്റെയും പ്രൈസ് സെയിം ആണ്. 199 പെർ മീറ്റർ ആണ് വരുന്നത്. 199 രൂപ. അടുത്തതാണെങ്കിലും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടാണ്. ഇതൊരു ചോക്ലേറ്റ് എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണിത്. പിന്നെ ഈ ഒരു ഫാബ്രിക് നമുക്കുണ്ടല്ലോ, നമ്മൾ 44 വിട്ട് എന്ന് പറഞ്ഞാൽ അത് വലിച്ച് നമ്മൾ പിടിച്ച് അളക്കുമ്പോഴാണ് 44 ഉള്ളൂ. നമ്മളല്ലെങ്കിൽ സാധാരണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 42 വിട്ടാണ് ഈ ഫാബ്രിക്കിന് കിട്ടുന്നത്. അപ്പോൾ സാരി ആയിട്ട് സെലക്ട് ചെയ്യുന്നവർക്ക് അപ്പോൾ അങ്ങനെ നോക്കി വേണം എടുക്കാൻ. കാരണം ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് സാരി നമുക്ക് പാടായിരിക്കും. അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. 199 മീറ്റർ പ്രൈസ് വരുന്നു. നല്ല അടിപൊളി ഷെയ്ഡുമാണ്. അടുത്ത ഐറ്റം കോട്ട ഫാബ്രിക് ആണ്. കോട്ട ഫാബ്രിക്കിനകത്ത് നല്ല പ്രിന്റും വന്നിട്ടുണ്ട്. അത് കൂടാതെ മിറർ വർക്കും വന്നിട്ടുണ്ട്. അപ്പം ഇത് സാരിക്ക് യൂസ് ചെയ്യാനും ടോപ്പിന് യൂസ് ചെയ്യാനും നമുക്ക് പോകുന്നുണ്ടായിരുന്നു. കൂടാതെ ഇത് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യാനും കുറേ കസ്റ്റമേഴ്സ് നമ്മളിരുന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മിറർ വർക്കുള്ള നല്ല ഭംഗിയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലും. ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കോട്ട നല്ല സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റമാണ്. നമ്മളിപ്പോൾ ഇന്ന് ഈ സിൽക്കി കോട്ട കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം വിചിത്രമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ്. അപ്പോൾ ഈ വിചിത്ര കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്തിട്ട് ഈ ഒരു സിൽക്കി കോട്ട കൊണ്ട് ജസ്റ്റ് ഒരു യോക്ക് പോർഷൻ സെറ്റ് ചെയ്താലും ഒക്കെ വളരെ വെറൈറ്റി ആയിരിക്കും.
അപ്പോൾ ഈ ഒരു യെല്ലോ, നമ്മൾ നേവി ബ്ലൂ ആൻഡ് യെല്ലോ ടോൺ ആയിരുന്നു ആ ഒരു കോട്ടയ്ക്ക്. അതിൻ്റെ നമ്മൾ മാക്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് യെല്ലോ ആണ്. വിചിത്ര സിൽക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലെയിൻ വിചിത്രയുടെ പ്രൈസ് വരുന്നത് 80 per meter ആണ്. ഇനി അടുത്ത ഒരു കോട്ട ഫാബ്രിക് കാണാം. അതിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെൻറ്റഗൺ ഷേപ്പിലുള്ള ഡിസൈൻസ് ഒക്കെ പോയിരിക്കുന്നു. 44 വിഡ്ത്താണ്, സാരി വിഡ്ത്താണ്. സാരിക്ക് ആകുമ്പോൾ നമ്മൾ എഡ്ജ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ബ്ലാക്ക് ലേസ് ഒക്കെ വെച്ചിട്ട് 2 ബോർഡറും ഫിനിഷ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുള്ളൊരു സാരി കിട്ടുന്നതാണ്. ഇനി ഇതിന് നമ്മൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള വിചിത്ര സിൽക്ക് ഫാബ്രിക് തന്നെയാണ്, പ്ലെയിൻ വിചിത്ര. അപ്പം നിങ്ങൾക്ക് ഇത് 2 രീതിയിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സാരി ആക്കേണ്ടവർക്ക് ഈ പ്ലെയിൻ സാരി ആക്കിയിട്ട് ഈ കോട്ട കൊണ്ട് ബ്ലൗസ് ചെയ്യാം, അല്ലെങ്കിൽ അത് തിരിച്ചും ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാം. വിചിത്ര കൊണ്ട് ടോപ്പ് തയ്ച്ചിട്ട് യോക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോട്ട ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടയുടെ അടുത്തത് വരുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ മിറർ വർക്ക് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു മാംഗോ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 199 ആണ് മീറ്റർ പ്രൈസ് വരുന്നത്. 199 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് മാച്ചായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര എന്ന് പറയുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു മെറൂൺ തന്നെ അടുത്തൊരു കോട്ട ഫാബ്രിക്കിന് നമ്മൾ മാച്ചിങ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു കോട്ട ഫാബ്രിക്കാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ മെറൂൺ കോമ്പിനേഷൻ വരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് യോക്കിലൊക്കെ ആ ഒരു കോട്ട ഫാബ്രിക്കിൻ്റെ പോർഷൻ ഒരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ ഒരു യൂ കട്ടൊക്കെ വെച്ച് കൊടുത്താലും ഈ മിറർ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ പ്രിന്റഡ് ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ്. പ്ലെയിൻ മെറൂൺ എല്ലാവരുടെ കയ്യിലും ബ്ലൗസ് ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഇതൊരു 5.5 മീറ്റർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു സാരി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ബ്ലാക്ക് ആൻഡ് ഗ്രേ വരുന്നതാണ്. ലഹരിയ ഡിസൈൻ പോകുന്നു. ഇതിനകത്ത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കോട്ട ഫാബ്രിക്കാണ്. 44 വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ്. മീറ്ററിന് 199 ആണ്. 199 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ സാരി ആക്കുന്നവർക്ക് ലേസ്, ഈ ഒരു ബ്ലാക്ക് ലേസ് അവൈലബിൾ ആണ്. 12 rupees per meter റേറ്റ് വരുന്ന ലേസാണ്. ഇത് വേണമെങ്കിൽ 2 എൻഡിലും ആ കാണുന്ന പോർഷൻസിൽ മാത്രം കൊടുക്കാൻ. നമുക്ക് 7.5 മീറ്റേഴ്സാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ 7.5 മീറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് 2 എൻഡിലും കൊടുത്ത് സാരിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഈ ഒരു ലേസ് നമുക്ക് ചെറിയ ലേസിന് ഡീറ്റെയിലിംഗ് ആയി കൊടുക്കുമ്പം നമുക്ക് നോർമലി ഒരു ടോപ്പിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. കോട്ടയിൽ അടുത്തത് വരുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിനകത്തൊരു ചിക്കും പിന്നെ ഗ്രീനും കൂടിയാണ് ഡിസൈൻ പോകുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആക്കി നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. വിചിത്ര കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീനാണ്. വിചിത്രയുടെ പ്രൈസ് 80 per meter ആണ്. 44 വിഡ്ത്ത് വരുന്നതാണ് വിചിത്ര. നല്ല ബ്ലൂമിങ് വിചിത്രയാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. അടുത്തതാണെങ്കിലും ബ്ലാക്ക് തന്നെയാണ് ബേസ് കളർ. അതിനകത്ത് കൊടുത്തിട്ടുള്ളതും ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ ഒരു ഗ്രേ, ഒരു ബ്ലൂയിഷ് ഗ്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒനിയൻ പോലത്തെ ഷെയ്ഡ്, അങ്ങനത്തെ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ പോകുന്നതാണ്. മിറർ വർക്ക് ഉണ്ട്. 44 വിഡ്ത്ത് ആണ്. 199 ആണ് മീറ്റർ പ്രൈസ് വരുന്നത്. ഇതിനും ഈ ഒരു വിചിത്ര നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു വിചിത്ര സിൽക്ക് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു യോക്ക് പോർഷനോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും. അപ്പം 80 per meter ആണ് വിചിത്ര സിൽക്കിൻ്റെ പ്രൈസ് വരുന്നത്. എന്നത്തെ പോലെ തന്നെ 500 rupeesന് മുകളിലുള്ള എല്ലാ പർച്ചേസും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യ ആണ് ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജക്കാർഡ് ഫാബ്രിക് കാണിച്ചിട്ട് കുറേ ആയി. അപ്പം കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ജക്കാർഡ് കാണിക്കാത്തതെന്ന്. അപ്പം നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാണാം. ജക്കാർഡ് എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. കോട്ടണിനകത്ത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്നൊരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോട്ടൺ തന്നെയാണ്. കോട്ടണിനകത്ത് കണ്ടോ ഈ സെൽഫായിട്ട് ഇങ്ങനെ ഒരു വീവിങ് പോലെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഒരു ഡയമണ്ട് ഷേപ്പിൽ. അപ്പം ആ ഒരു പാറ്റേൺ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെ ജക്കാർഡ് കോട്ടൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഫാബ്രിക്കാണിത്. ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് 165 ആണ്. 165 രൂപ. നോർമലി വരുന്ന വിഡ്ത്ത് തന്നെയാണ് വരുന്നത്. 44 വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിങ്ക്, അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻസിൻ്റെ അതേ ഷെയ്ഡ്സ് തന്നെ വരുന്ന ആ ഒരു ലൈറ്റർ ബേബി പിങ്ക് നമുക്ക് ബോട്ടമായിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കോഡ് സെറ്റ് അടിക്കാനും നല്ല ലൈറ്റാണ്. ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസിൽ കോഡ് സെറ്റ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിൽ ചെറിയ പൂക്കൾ വരുന്ന ഒരു ഡിസൈനാണ്. ഈ ജക്കാർഡിൽ എപ്പോഴും കൂടുതലും നമുക്ക് ഫ്ലോറൽ ഡിസൈൻസ് കൂടുതലും നല്ല എല്ലാം തന്നെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരാറ്. അത് നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ് എപ്പോഴും വരുന്നത്. നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ ഡിസൈൻസും പ്രിൻറ്റുകളും വരിക.
ഇതിൽ നമുക്ക് 2 ബോട്ടം വെച്ച് കാണാം. ഒന്ന് ആ ഒരു ഡസ്റ്റി ലാവൻഡർ ആ സെയിം ഷെയ്ഡ് തന്നെ നമുക്ക് ബോട്ടം വന്നിട്ടുണ്ട്. ഈ ബോട്ടം പോപ്ലിൻ ഫാബ്രിക് ആണ്, 100 പെർ മീറ്റർ, 36 വിഡ്ത്ത് വരുന്നു. ഇനി ഒരു ആദ്യം കണ്ട ആ ഒരു ബേബി പിങ്കും ഇതിന് നമുക്ക് ബോട്ടമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും 100 പെർ മീറ്ററിൻ്റെ 100 പെർ മീറ്റർ 36 വിഡ്ത്ത് വരുന്നതാണ്, 100 റുപ്പീസ്. അടുത്തത് വരുന്നതും നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്, ഒരു ഡാർക്ക് വയലറ്റ് ആണ്. അതിനകത്തും പിങ്കും ഒരു ഓഫ് വൈറ്റ് ഒക്കെ ഉള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് പോകുന്നത്. കുറച്ചും കൂടെ വലിയ ഫ്ലോറൽസ് ആണ് പോകുന്നത്. അപ്പോൾ ഇതിനും നമുക്ക് അതിനകത്തെ ആ ഒരു ലൈറ്റർ ഷെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അങ്ങനെ രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബോട്ടമായിട്ട്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ, വയലറ്റും പിങ്കും കൂടെ. ഇനി ഇതിൻ്റെ അടുത്തൊരു ഡിസൈൻ ബ്രൗണിലാണ്, ബേസ് കളർ ബ്രൗൺ വരുന്നു. ബ്രൗണിലും യെല്ലോയും പീച്ചും കൂടിയാണ് ഫ്ലോറൽസ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 ബോട്ടം കാണാം. ആദ്യം നമ്മളൊരു പീച്ച് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബോട്ടം കോട്ടൺ സ്ലബാണ്, 80 റുപ്പീസ് പെർ മീറ്റർ വരുന്ന 44 വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ് ബോട്ടമായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബ്രൗൺ, അത് ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് നമ്മുടെ സാറ്റിൻ കോട്ടൺ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന് ബോട്ടമായിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം. ജക്കാർഡിൽ അടുത്തത് വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിൽ നല്ലൊരു ലൈറ്റർ ഗ്രേയും ഒരു വൈറ്റും കൂടെയുള്ള ഫ്ലോറൽ ഡിസൈൻസ് പോകുന്നു. നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടണമെങ്കിലും നമ്മൾ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണണേ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ഓൾ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ്. ജക്കാർഡിൽ വരുന്ന ഇന്നത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്കും ബ്രൗണും കൂടെ. ഇതൊരു റെയർ കോമ്പിനേഷൻ, നമ്മളങ്ങനെ കാണാറില്ലാത്തൊരു കോമ്പിനേഷനാണ്, പിങ്കും ബ്രൗണും കൂടെ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. 44 വിഡ്ത്ത് ആണ്, ജക്കാർഡ് ഫാബ്രിക്കാണ്, ജക്കാർഡ് കോട്ടൺ ആണിത്. 165 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമ്മൾ ബോട്ടവും ആ ഒരു എക്സാക്ട് കളർ ഫ്ലോറൽ ഡിസൈൻസിൻ്റെ ആ ഒരു ബ്രൗൺ തന്നെ നമ്മൾ ബോട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ബോട്ടം കാണിക്കുന്നത് പോപ്ലിനാണ്, 100 പെർ മീറ്റർ വരുന്നു. നമുക്കിനി കുറച്ച് കോട്ടൺ കളക്ഷൻ കാണാം. കുറേ അജ്രക് ഡിസൈൻസിലുള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ്, 44 വിഡ്ത്ത് വരുന്നത്, 120 രൂപ മാത്രമാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. നമ്മളിതിൻ്റെ ഒത്തിരി ഡിസൈൻസ് റെഗുലറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു യെല്ലോയിൽ വരുന്നൊരു കോമ്പിനേഷൻ, ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് തന്നെ വരുന്നതാണ്. ഒരു മസ്റ്റർഡിലാണ് ഷെയ്ഡ് വരുന്നത്. ബോട്ടം വരുന്നത് 6 ആണ്. ടോപ്പ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ചെറിയ ഡിസൈൻസ് പോകുന്ന ടോപ്പാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 സൈഡ് ബോർഡർ വരുന്നത് കാണാം. ഈ ഒരു 1 സൈഡ് ബോർഡറിനായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ഒരു 1 സൈഡ് ബോർഡർ വരുന്ന പോർഷൻ നമ്മൾ ഒത്തിരി രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ അയക്കാറുണ്ടായിരുന്നു. നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളൊക്കെയാണ് കുറേ കസ്റ്റമേഴ്സൊക്കെ ചെയ്തിരുന്നത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്കിലും വന്നിട്ടുണ്ട്. 1 സൈഡ് ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. 120 ആണ് മീറ്റർ പ്രൈസ്. ഈ അജ്രക് ഡിസൈൻസ് ഒക്കെ വരുന്നത് 120 ആണ്. 120 രൂപ വരുന്നു. 44 വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ്. ഇതൊക്കെ കളർ ലീക്കേജ് ഉണ്ടാവും, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. കളർ ഗാർഡ് യൂസ് ചെയ്ത് തന്നെ വേണം നമ്മൾ ഫസ്റ്റ് 2 വാഷെങ്കിലും ചെയ്യാനായിട്ട്. കാരണം ഇതൊക്കെ ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ കളർ ലീക്കേജ് ഉണ്ടാവുന്ന തന്നെ പ്യുവർ കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ്. കോട്ടൺ തന്നെ നമുക്ക് എപ്പോഴും കളർ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളർ ഗാർഡ് എന്താണെങ്കിലും യൂസ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പാറ്റേൺ ബ്ലൗസിനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം നമുക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊരു ബ്ലൗസായിട്ട് നല്ല ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. ടോപ്പിനും പോകുന്നുണ്ട്, പക്ഷെ എന്നാലും ബ്ലൗസിനും കുറേ കസ്റ്റമേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ റെഡിലും നമുക്കുണ്ട് ആ സെയിം ഡിസൈൻ തന്നെ റെഡിലും വന്നിട്ടുണ്ട്. റെഡിലും ബ്ലാക്കും ചിക്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. 120 മാത്രമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത്. കോട്ടൺ ഫാബ്രിക് ആണ്. അടുത്തതും ഒരു ചെറിയ ഡിസൈൻ വരുന്നു, മാംഗോ ഡിസൈൻ ആണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡിനകത്ത് ചിക്കു കളറിലുള്ള മാംഗോ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു സെയിം ഡിസൈൻ നമുക്ക് ബ്ലാക്കിലും വന്നിട്ടുണ്ട്. ഇതിന് തന്നെ മാച്ചിങ് ആയിട്ട് നമുക്ക് ബോട്ടവും വന്നിട്ടുണ്ട്. ബോട്ടവും കൂടെ കാണാം. ബോട്ടം വന്നിട്ടുള്ളത് 6 ആക്ക് പാറ്റേൺ ആണ്. സെയിം കളർ ടോൺ, ആ മാംഗോ ഡിസൈനിലുള്ള അതേ മെറൂണും പ്ലസ് ആ ഒരു ചിക്കു, അങ്ങനെ ആ കോമ്പിനേഷൻ തന്നെ വന്നിട്ടുള്ള ബോട്ടമാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് 120 ആണ്. 120 രൂപയാണ് വരുന്നത്. ആ സെയിം തന്നെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു മെറൂൺ ബോട്ടം വേണമെങ്കിൽ ഇതിനും പെയർ ചെയ്യാം. കാരണം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളതും ആ ഒരു മെറൂൺ പ്ലസ് ആ ഒരു ചിക്കു കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൽ വരുന്ന അത് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട് മെറൂൺ നമുക്ക് പറയാൻ പറ്റില്ല. മെറൂണും ബ്രിക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറില്ല, ആ കളറായിരിക്കും എപ്പോഴും ഇതിനകത്ത് വരിക. 120 മാത്രമാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് 2 നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വാട്സപ്പായിട്ട് അയച്ചു തരിക. ഒപ്പം എത്ര മീറ്റർ വേണമെന്നും കൂടെ മെൻഷൻ ചെയ്യണം. നമ്മൾ 1 by 1 ആയിട്ട് ആദ്യം അയച്ച മെസ്സേജ് ആയിരിക്കും നമ്മൾ ആദ്യം നോക്കുക. ആ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ മെസ്സേജ് നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ മെസ്സേജ് എപ്പോഴും മേളിൽ കയറിപ്പോവും, നോക്കാൻ ലേറ്റ് ആവും. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.